മുനമ്പം നിവാസികളുടെ കൈവശാവകാശം പുനഃസ്ഥാപിക്കണമെന്ന് കേരള മഹൽ കോൺഫെഡറേഷൻ. മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ പറഞ്ഞു. ജനം ടിവിയുടെ ജനസഭാ പരിപാടിയിലാണ് പരാമർശം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടുതൽ ബലം നൽകത്തക്ക രീതിയിലേക്ക് നമ്മുടെ സമരപ്പന്തലിൽ നിന്ന് അതിന് ശക്തമായ പ്രതിഷേധം മുസ്ലിം സമുദായത്തിനുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ ഒരു സംശയവുമില്ല. അവരെ കുടിയിറക്കാൻ പാടില്ല എന്നും അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കലും അവരെ ഇറക്കി വിടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. താങ്കളുടെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്തു. അത് വേണം, അതാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജനസഭയുടെ അവതാരകൻ കൂടിയായ അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട്. അനിൽ നമ്പ്യാർ, ഒരുപക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? വിഷ്ണു, ഇത് രണ്ടാം തവണയാണ് ജനം ടി വി ജനസഭ മുനമ്പത്ത് സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ജനസഭയിൽ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന കൺവീനർ ടി എ മുജീബ് റഹ്മാൻ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം തുടക്കത്തിൽ ഈ മുനമ്പത്തെ ഈ വഖഫ് ഭൂമിയിൽ നിന്ന് ഇവിടത്തുകാരെ ഒഴിപ്പിക്കണം എന്ന പ്രസ്താവനയൊക്കെ വാർത്താ സമ്മേളനം നടത്തി അത്തരത്തിൽ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇവരുടെ നിലപാടും അത് തന്നെയായിരുന്നു. വഖഫിന്റെ ഭൂമിയാണ് മുനമ്പത്തേത് എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഈ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി. കഴിഞ്ഞ ദിവസവും എറണാകുളം പ്രസ് ക്ലബിൽ ഇവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നിയമപരമായിട്ട് മാത്രമേ ഈ വിഷയത്തെ സമീപിക്കാൻ സാധിക്കൂ. സർക്കാർ അടുത്ത ദിവസം നാളെ നടത്തുന്ന ഉന്നതതല യോഗത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റില്ല. ഇത് കോടതി വഴി തന്നെ ഇതിൽ തീർപ്പുണ്ടാക്കണം തുടങ്ങിയ പ്രസ്താവനകളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഫറൂഖ് കോളേജാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഈ വഖഫ് ഭൂമി ഫറൂഖ് കോളേജാണ് മുനമ്പത്തെ ഈ 410 കുടുംബങ്ങൾക്ക് മറിച്ചു കൊടുത്തത്, അല്ലെ വിറ്റത്. 610 കുടുംബങ്ങൾക്ക് വിറ്റത് അവരാണ്. അതുകൊണ്ട് അവരാണ് പ്രതികൾ. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. അവരിൽ നിന്ന് പണം ഈടാക്കി, നഷ്ടപരിഹാരം ഈടാക്കി മുനമ്പത്തെ ജനതയെ പുനരധിവസിപ്പിക്കണമെന്നൊരു നിലപാടാണ് ഈ മഹല്ല് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ ജനസഭയിൽ പങ്കെടുത്ത ടി എ മുജീബ് റഹ്മാൻ അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് നഷ്ടപ്പെട്ട ഇവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കൊടുക്കണം എന്നാണ്. വളരെ സ്വാഗതകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ, സ്വാഗതാർഹമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. റവന്യൂ അവകാശം, അതായത് കരം തീർക്കാനുള്ള അവകാശം ഇവർക്ക് സ്ഥാപിച്ചു കൊടുക്കണം. അതിന് സർക്കാർ ഇടപെടണം. ഈ വഖഫ് നിയമ ഭേദഗതിയൊക്കെ അദ്ദേഹം ജനസഭയിൽ പങ്കെടുത്ത് എതിർത്തെങ്കിലും മുനമ്പത്തുകാരെ കൈവടിയരുത്, മുനമ്പത്തുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ മുനമ്പത്തുകാരുടെ ആവശ്യങ്ങൾ അത് ജനീനാണ് എന്ന രീതിയിൽ അത് നിയമപരമായിട്ട് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ അതിനെ അനുഭാവപൂർവ്വം കാണണം. അതുകൊണ്ട് അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, നിലപാട് നാളെ ഉന്നതതല യോഗത്തിൽ ഉണ്ടാവണമെന്നാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത്. എന്തായാലും ഈ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന കൺവീനറായിട്ടുള്ള മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായത് അത് തികച്ചും ശുഭോദർക്കമാണ്, വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇന്ന് ഈ വേദിയിൽ വന്നപ്പോ കാരണം ആരും ഇടതുപക്ഷമോ ഭരണപക്ഷമോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ വക്താക്കളോ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇന്ന് 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുനമ്പം ജനതയുടെ അതിജീവനത്തിനായുള്ള സമരം ഇന്ന് 40ാം ദിവസം പിന്നിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉന്നയിച്ച ചില വാദങ്ങളെ ഇന്നത്തെ ജനസഭയിൽ പങ്കെടുത്ത BJP നേതാവ് അഡ്വക്കേറ്റ് ടി ശങ്കുട്ടി ദാസ് ഖണ്ഡിച്ചിരുന്നു. മാത്രമല്ല, മുനമ്പൻ ജനതയെ പ്രതിനിധീകരിച്ച് റോയ് കുരിശിങ്കൽ ഇദ്ദേഹം ഉയർത്തിയ വാദങ്ങളെ ഖണ്ഡിച്ചിരുന്നു. ഒടുവിൽ ഒരു സമവായത്തിന്റെ ഒരു സമന്വയത്തിന്റെ ഭാഷയിൽ ഈ ടി എ മുജീബ് റഹ്മാന് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ, വാസ്തവങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ എന്ന് വേണം അനുമാനിക്കാൻ. വിഷ്ണു, ശരി. അനിൽ നമ്പ്യാരാണ് വിവരങ്ങൾ നൽകിയത്.